കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ലൈക്ക് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. 200 നമ്മുടെ ലൈക്കിൻ്റെ ടാർഗറ്റ്. എല്ലാവരും അതിലേക്ക് എത്തിക്കുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ 10K സബ്സ്ക്രൈബേഴ്സ് അടുത്തുകൊണ്ടിരിക്കുകയാണ്. സോ എല്ലാവരും തന്നെ അതിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിക്കാൻ സഹായിക്കുമെന്ന് വിചാരിക്കുന്നു. നമ്മളോട് മാർക്കസ് മെർഗലോ പറഞ്ഞൊരു കാര്യമാണ്, 2 അർജൻറ്റീനിയൻ താരങ്ങളെയും അതുപോലെ ഒരു ജർമ്മൻ താരത്തെയും കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്യാൻ നോട്ടം ഇട്ടിരുന്നുവെന്ന്. എന്തായാലും ആ ഒരു ജർമ്മൻ താരം ആരാണ് എന്നുള്ള കാര്യം ഇപ്പോൾ പുറത്തേക്ക് വരികയാണ്. എത്രത്തോളം 100% ശരിയാണെന്നറിയില്ല, എങ്കിൽ പോലും ഏതാണ്ടൊക്കെ ഒരു വിശ്വസിക്കാവുന്ന സോഴ്സാണെന്ന് പറയും. സ്വെൻ മൈക്കിൾ എന്ന് പറയുന്ന താരത്തെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കാൻ ശ്രമിച്ച എന്നേരത്തുള്ളൊരു വാർത്തയാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ഇതിൻ്റെ ഒരു മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് 5.6 കോടി രൂപയാണ്. അതുപോലെ വയസ്സെന്ന് പറയുന്നത് ഏതാണ്ട് 34 വയസ്സ്. ബുണ്ടസ് ലീഗ് കളിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ബുണ്ടസ് ലീഗ് 2 കളിച്ചിട്ടുണ്ട്. അങ്ങനെ ജർമ്മൻ ലീഗ് കളിച്ച് വളരെ വലിയ എക്സ്പീരിയൻസ് ഉള്ളൊരു താരമാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ അവസാന പല മത്സരങ്ങളിലും അദ്ദേഹം വലിയ രീതിയിൽ സ്കോർ ചെയ്ത് നമ്മൾ കാണാൻ സാധിച്ചിട്ടില്ല. അതായത് കുറച്ചൊരു ഫോം ഔട്ടായൊരു താരമാണ്. എങ്കിൽ പോലും ഒരു ഇന്ത്യൻ സൂപ്പർ ലീഗിലേക്ക് വരികയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ കളിക്കാൻ പറ്റുന്ന ഒരു താരമാണ്. ലെഫ്റ്റ് വിങ്ങറായിട്ടും അതുപോലെ തന്നെ ഒരു സെൻട്രൽ ഫോർവേഡായിട്ടും നല്ല രീതിയിൽ കളിക്കാൻ പറ്റുന്ന ഒരു താരമാണ്. എന്തായാലും സൈൻ ചെയ്യാൻ നോക്കിയിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ്, നല്ല രീതിയിൽ തന്നെ ശ്രമിച്ചിരുന്നു. പക്ഷേ നമുക്കറിയാൻ സാധിക്കുന്ന കാര്യം എന്ന് പറയുന്നത് അദ്ദേഹം ധാരാളം പൈസ ചോദിക്കുന്നുണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് അവസാനം അത് വേണ്ടാന്ന് വെച്ചു എന്നാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. സോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്ത ഉദ്ഘാടനവരെ ഗുഡ് ബൈ. സോ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു ഇൻറ്റൻഷൻ നമുക്ക് മനസ്സിലായി കാണും. അതായത് വലിയ താരങ്ങളെ എത്തിക്കാനുള്ള ഇൻറ്റൻഷൻ തന്നെയാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിനുള്ളത്.